ശ്രീമതി രമ്യ ഹരിദാസ് അങ്ങക്ക് 8 മിനിറ്റ്. താങ്ക് യു സർ. ഒരു സമൂഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയെ എങ്ങനെ ചൂഷണം ചെയ്ത് അധികാരമുറപ്പിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച സർക്കാർ. കോവിഡ് കാലത്തെ കിറ്റ് വിതരണം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ച് അധികാരത്തിലേറിയവർ കിറ്റിൻ്റെ പണം സപ്ലൈകോയ്ക്ക് ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഏറെ വിചിത്രം. സർ, ഈ നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ മുൻകൈയെടുത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് പോലും പറ്റിച്ചിട്ട് പോയ സർക്കാരാണ് സർ കഴിഞ്ഞ സർക്കാർ. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാർ വിജയകരമായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കടമെടുപ്പ് പദ്ധതിയാണ്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കഴിഞ്ഞ സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കടമെടുപ്പ് പദ്ധതി എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ സാധിക്കും സാർ. അവരതിനായിരുന്നു സാർ മുൻതൂക്കം കൊടുത്തിരുന്നത്. 2016 1.5 ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ പൊതുകടമെങ്കിൽ 2026 ആകുമ്പോഴേക്കും 5 ലക്ഷം കോടിയിലധികമാക്കി കേരളത്തിന്റെ പൊതുകടം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 10 വർഷം കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മുച്ചൂടും തകർത്ത സർക്കാരായിരുന്നു കേരളം ഭരിച്ചത്. ജനം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ബജറ്റിനെ, ഈ ഒരു സർക്കാരിനെ നോക്കിക്കാണുന്നത്. ജനത്തിനറിയാം എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആ ഭരണ സംവിധാനത്തിന് പുതിയ ദിശാബോധത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇത്രയധികം സീറ്റുകളിൽ UDF സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. കാരണം ബ്രിട്ടീഷുകാർ കരിമ്പിൻ ചെണ്ടി പോലെ ഉപേക്ഷിച്ചു പോയ ഇന്ത്യ രാജ്യത്തെ 1947 ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത ഇന്ത്യയെ ഇന്ന് കാണുന്ന ഈ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയെ എത്തിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. നെഹ്റുവിന്റെ ചിന്തയിൽ രാജ്യം 1960 ആയപ്പോഴേക്ക് ലോകത്തിന്റെ മുൻപിൽ അഭിപ്രായം പറയാൻ ശക്തിയുള്ള രാജ്യമായി തീർന്നിരുന്നു സാർ. ലോകശക്തികളായ അമേരിക്കയും റഷ്യയും ബഹിരാകാശവും ചന്ദ്രനും സ്വപ്നം കാണുന്ന കാലത്ത് അതേ സ്വപ്നത്തിനു വേണ്ടി ISRO രൂപീകരിച്ചത് നെഹ്റുവിന്റെ കാഴ്ചപ്പാടായിരുന്നു സാർ. അതേസമയം തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നദികളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നെഹ്റുവിന്റെ വലിയ കാഴ്ചപ്പാട് ഈ രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന രാജീവ് ജിയും അതേപോലെ തന്നെ ഇന്ദിരാജിയും ഒക്കെ ദീർഘവീക്ഷണങ്ങളോട് കൂടി എടുത്തിരുന്ന നിലപാടായിരുന്നു ഇന്ന് കാണുന്ന ഈ നിലപാടിലേക്ക് എത്തുവാൻ രാജ്യത്തിനെ പിന്തുണച്ചത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യം പിടിച്ചു നിന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിനെ സാമ്പത്തികമായി തകർന്ന സ്ഥിതിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ UDF സർക്കാരിന് കഴിയുമെന്ന് ജനം അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി പിന്തുണച്ചത് എന്നുള്ളതിന് സൂചനകളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും അവതരിപ്പിച്ച ഈ ആദ്യ ബജറ്റ് നൽകുന്നത്. സാർ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ് കേവലം മദ്യവും ലോട്ടറിയും കടമെടുപ്പും മാത്രമാക്കി മാറ്റിയവരാണ് ഇടതുപക്ഷ സർക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ ഈ ബില്ലിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ ഇതേ സർക്കാർ പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് രൂക്ഷം അനുഭവിക്കുന്ന അതേ ജില്ലയിൽ എലപ്പുള്ളി പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പോലും അറിയാതെ ഒരു മദ്യമാഫിയ കമ്പനിക്ക് ഒറ്റയടിക്ക് പഞ്ചായത്തി രാജ് അവകാശം അട്ടിമറിക്കപ്പെട്ട് അവർക്ക് ഒത്താശ ചെയ്ത ആളുകളാണ് കഴിഞ്ഞ സർക്കാർ. അവരാണ് സാർ ഇന്ന് ഇത് ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത്. സർക്കാർ അധികാരത്തിൽ നിന്നും മാറുമ്പോൾ ഖജനാവിൽ 5000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി ബാധ്യതകളെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുണ്ട് 20,000 കോടി, നെൽകർഷകർക്ക് കൊടുക്കാനുണ്ട് കോടികൾ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും KSRTCക്കും കൊടുക്കാനുണ്ട് കോടികൾ.
ആരോഗ്യരംഗത്തെ മരുന്ന് വിതരണക്കാർക്കും സാധാരണക്കാർക്ക് ഏറെ സഹായകരമായിരുന്ന ഇൻഷുറൻസ് കമ്പനികൾക്ക് പോലും കുടിശ്ശിക വരുത്തിയത് കാരണം സാധാരണക്കാർക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലേക്ക് മാറി സാർ. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകണമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയവർ അതിനുവേണ്ടി മാത്രം പ്രത്യേക സെസ് ഏർപ്പെടുത്തിയവരാണ് ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാതെ മുന്നോട്ട് പോയത്. സാർ, സാധാരണ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, പ്രാദേശിക സർക്കാർ, നമ്മളിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം MLA-മാരും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്തും നഗരസഭയും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ ജനപ്രതിനിധികളായി കടന്നു വന്നവരാണ്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലമായി പഞ്ചായത്തി രാജിന്റെ അധികാരം അട്ടിമറിച്ച് കവർന്നെടുത്തവരാണ് ഈ കഴിഞ്ഞ സർക്കാർ. ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്കറിയാം ഗ്രാമസഭകൾക്കുണ്ടായിരുന്ന പ്രത്യേകത. ആ ഗ്രാമസഭയിൽ എടുത്തിരുന്ന തീരുമാനങ്ങളായിരുന്നു ഭരണസമിതി അംഗീകരിച്ച് നടപ്പിലാക്കിയിരുന്നത്. സാർ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 2025-26 വാർഷിക പദ്ധതികൾ ആയി മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് പോകുമ്പോൾ ആ പഞ്ചായത്തിൽ പദ്ധതികൾ ഏതെങ്കിലും മഴ കാരണമോ അല്ലെങ്കിൽ കരാറുകാരന്റെ അനാസ്ഥ മൂലമോ സാങ്കേതിക തകരാറ് മൂലമോ ഏതെങ്കിലും പദ്ധതികൾ അടുത്ത വാർഷിക പദ്ധതികളിലേക്ക് സ്പില്ലോവർ പദ്ധതികളായിട്ട് വരികയാണ് എങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ ആ പദ്ധതികളെ മുഴുവൻ അടുത്ത സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിലേക്ക് അത് വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുകയായിരുന്നു സാർ. ഒരു കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇനി ഏതെങ്കിലും പഞ്ചായത്തുകളിൽ ബില്ല് പൂർണ്ണമായിട്ടും മാറുന്നതിന് വേണ്ടി പദ്ധതി പൂർത്തീകരിച്ച് ട്രഷറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചായത്തിനോട് ചെയ്തിരുന്നത് ട്രഷറിയിൽ അവിടെ ബേൺ ചെയ്യും. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതി അവർക്ക് ബില്ല് മാറാൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും ഈ പദ്ധതിക്ക് തുക കരാറുകാരന് കൊടുക്കണമെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷ പദ്ധതിയിലേക്ക് പുതിയ പദ്ധതിയാക്കി ഉൾപ്പെടുത്തണം. അപ്പോൾ ആ ഗ്രാമപഞ്ചായത്തിന് സർക്കാർ അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ നിന്ന് പുതിയ പദ്ധതികളായിട്ട് വരുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി പുതുതായിട്ട് രൂപീകരിക്കുവാൻ കഴിയാതെ പോയി ഇഞ്ചിഞ്ചായി പ്രാദേശിക സർക്കാരുകളെ കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഈ സർക്കാർ. ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഭവനങ്ങൾക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും ജനറൽ പദ്ധതികളിൽ ഉൾപ്പെടുന്ന ആളുകളുടെയും ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരുന്നത് സാധാരണ ഗ്രാമസഭകളിൽ നിന്നായിരുന്നു. ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി വന്നപ്പോൾ ഈ പദ്ധതികളെല്ലാം ഒരുമിച്ചാക്കി. എങ്കിൽ ലിസ്റ്റ് എടുക്കുന്നത് ഗ്രാമസഭയിൽ നിന്നായിരുന്നുവെങ്കിൽ നമുക്കത് അർഹരായവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതെങ്കിലും പരിശോധിക്കാമായിരുന്നു സാർ. പക്ഷേ ഈ സർക്കാർ ഈ ലൈഫ് എന്ന് പറയുന്ന ഭവന പദ്ധതിയുടെ പേരിൽ പട്ടികജാതി പട്ടികവർഗ പദ്ധതികൾ ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് അവർ ലിസ്റ്റ് എവിടെ നിന്നോ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ വെച്ച് ലിസ്റ്റ് ഉണ്ടാക്കി അർഹരായവർക്ക് പോലും ഭവനം കൊടുക്കാത്ത രീതിയിലേക്ക് ഈ പദ്ധതിയെ അട്ടിമറിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ സാർ. എന്നിട്ട് അവസാനം പറഞ്ഞു അതിദരിദ്രരില്ലാത്ത നാടാണ് ഈ കേരളം എന്ന് പറഞ്ഞത്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഏകദേശം 1 മാസം മുൻപ് ഒരു കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു സാർ. ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ആന്റിവനം കൊടുക്കാതെ ഉദ്യോഗസ്ഥർ പോലും വേണ്ടത്ര രീതിയിൽ അതിനെ ഗൗനിക്കാതെ ജീവനക്കാരുടെ വീഴ്ച കൊണ്ട് ആ കൊച്ചുകുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതിദരിദ്രരില്ലാത്ത നാടെന്ന് പ്രഖ്യാപിച്ച ഈ സർക്കാരിന്റെ ഭരണസിര കേന്ദ്രത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തായിരുന്നു സാർ ഈ വേദനയോട് കൂടിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സാർ. കഴിഞ്ഞ സർക്കാരിന് ഏറ്റവും കൂടുതൽ പണം കായ്ക്കുന്ന ഒരു മരമായിരുന്നു സാർ കിഫ്ബി. സ്വർണം കായ്ക്കുന്ന മരം പോലെയാണ് കിഫ്ബിയെ കഴിഞ്ഞ സർക്കാർ കണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളോടും ഭാവി തലമുറയോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കാഴ്ചപ്പാടില്ലാത്ത ഈ രീതിയിൽ കോടിക്കണക്കിന് രൂപ കടമെടുത്ത് വാങ്ങിക്കൂട്ടിയത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ കിഫ്ബി കണക്കുകൾ ഈ സർക്കാർ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് പൊതുജനത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. കാരണം കെടുകാര്യസ്ഥതയോടുകൂടി കൈകാര്യം ചെയ്ത കിഫ്ബി ഫണ്ടുകൾ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന നീരാളിയായി നാളുകളിൽ മാറും. ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ ബജറ്റ് കോവളത്ത് ഒരാഴ്ച ആരെയും കാണാതെ മാറിയിരുന്ന് ആലോചിച്ചുണ്ടാക്കുന്നതാണ് ബജറ്റ് എന്ന ഒരു ക്ലീഷേ കുറച്ചു കാലമായി കേരളത്തിലുണ്ട്. ബജറ്റ് തയ്യാറാക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖം മനസ്സിലുണ്ട് എങ്കിൽ കോവളത്തെ കാറ്റുകൊണ്ടില്ലെങ്കിലും മികച്ച ബജറ്റ് തയ്യാറാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബജറ്റ്. ഏറെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി ബജറ്റിനെ നന്ദി കൂടി പറയുവാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുകയാണ്. വനിതകൾക്ക്, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ കരുത്തു പകർന്ന പദ്ധതിയാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. ലോകം കണ്ട കരുത്തുറ്റ ഭരണാധികാരികളിൽ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. സർ, ഒരു മിനിറ്റ് കൂടി. ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ കപ്പൽപ്പട അയൽ രാജ്യത്തിനെ സഹായിക്കാൻ വരുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അമേരിക്കൻ കപ്പൽപ്പടയോട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് സാർ: നിങ്ങൾ അവരെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചാൽ തിരിച്ചു പോകാൻ കപ്പലും ഉണ്ടാവില്ല, കപ്പിത്താനും ഉണ്ടാവില്ല എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ ഭരണാധികാരിയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാണ്. ആ ഇന്ദിരാജിയുടെ പേരിൽ, പ്രിയദർശിനിയുടെ പേരിൽ പ്രിയദർശിനി സൗജന്യ യാത്ര കൂടി ഈ നാടിന് സമർപ്പിച്ച് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് യുവാക്കൾക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നവർക്ക് കൂടി ഈ കൊച്ചു കേരളത്തിൽ തൊഴിൽ കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്നു. ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ബില്ലിനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.